നിങ്ങൾ ബധിരരാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ കേൾവി ശക്തി സുഖപ്പെടുത്താം. ഇത് എന്ത് തരം മൃഗമാണ്? എന്തു പറഞ്ഞു? മൃഗമെന്നോ? ഇതുവരെ നിങ്ങൾ കണ്ടത് മിങ്കു കരടിയും മോണ്ടും കുരങ്ങന്റെ കാര്യങ്ങളായിരുന്നു. രണ്ടുപേരും തുരങ്കത്തിന്റെ അകത്തുപോയി ആ വിളക്ക് നേടിയെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവർ ആ വിളക്ക് ഗ്രീൻ ഡ്രാഗന് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ വിസ്മതിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ഗ്രീൻ ഡ്രാഗൻ അവർ രണ്ടുപേരെയും ആ തുരങ്കത്തിന്റെ അകത്ത് തന്നെ വിട്ടിട്ട് അങ്ങ് പോകുന്നു. അവരാ വിളക്ക് തടവി ഇരുന്നപ്പോൾ മിങ്കു കരടിയുടെയും മോണ്ടു കുരങ്ങന്റെ മുമ്പിൽ ഒരു ജിന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇനി മുൻപോട്ട്. ഞാൻ ചോദിക്കുന്നു, എന്താണ് എന്റെ യജമാനന്റെ ഉത്തരവ്? മോങ്കു കുരങ്ങനും മിങ്കു കരടിയും അത്ഭുതത്തോടെ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾ ബധിരരാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ആഗ്രഹങ്ങൾ ചോദിക്കാം. ഞാൻ നിങ്ങളുടെ കേൾവി ശക്തി സുഖപ്പെടുത്താം. ഇത് എന്ത് തരം മൃഗമാണ്? എന്തു പറഞ്ഞു? മൃഗമെന്നോ? ഇവന്മാർക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോടെല്ലാം ശരിയായി വിശദീകരിക്കാം. ഞാൻ ഒരു ജിന്നാണ്. ഞാൻ ഈ വിളക്കിനുള്ളിലാണ് താമസിക്കുന്നത്. ആരാണോ എന്നെ വിളക്കിനുള്ളിൽ നിന്നും വിളക്കുരസി പുറത്തെത്തിക്കുന്നത് അവർക്ക് ഞാൻ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ആഗ്രഹങ്ങൾ സബലീകരിച്ചു കൊടുക്കും. ഓ, അതുകൊണ്ടാണല്ലേ ആ ഗ്രീൻ ഡ്രാഗൺ ഇത് കിട്ടണം എന്ന് വന്ന് വാശി പിടിച്ചത്. നിനക്ക് ഞങ്ങളെ ഈ ഗുഹയിൽ നിന്നൊന്ന് പുറത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത്ര ചെറിയൊരു ആഗ്രഹം ചോദിച്ചുകൊണ്ട് നിങ്ങളൊരു ജിന്നിനെ അപമാനിക്കുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ജിന്ന് കാറ്റത്ത് കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും തറയിൽ നിന്ന് നല്ല പടികൾ മേളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. രണ്ടുപേർക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ ഈ തുരങ്കത്തിൽ നിന്ന് 3 പേരും പുറത്തോട്ട് വന്നു. അവര് പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ ഭൂമി ഒരുമിക്കുകയും ചെയ്തു. അങ്ങനെ ആ തുരങ്കത്തിന്റെ വാതിൽ അടഞ്ഞുപോയി. യജമാനൻ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ സഫലീകരിച്ചിരിക്കുന്നു. ഇനി ഞാൻ പോകുകയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജിന്ന് നേരെ വിളക്കിന്റെ അകത്തോട്ട് പോയി. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജിന്ന് ഒരു പ്രാവശ്യം ഒരു ആഗ്രഹമേ സാധിച്ചു തരുള്ളൂ. അതെ, ഇനി എനിക്ക് തായത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മോണ്ടു കുരങ്ങൻ മിങ്കു കരടിയിൽ നിന്നും ആ വിളക്ക് കയ്യിലെടുത്തു. എന്നിട്ട് അവൻ തടവിക്കൊണ്ടേയിരുന്നു. ആ വിളക്കിൽ നിന്നും ജിൻ പുറത്തോട്ട് വന്നു. എന്താഗ്രഹമാണ് സാധിച്ചു തരേണ്ടത് യജമാനൻ? ജിൻ, എന്റെ ശരീരത്തെ ഒരു മാന്ത്രികം ചെയ്യണം. എനിക്ക് ഒരു രീതിയിലും തീ കൊള്ളാൻ പാടില്ലാത്ത മാന്ത്രികം. ജിൻ അങ്ങനെ മോണ്ടു കുരങ്ങന്റെ തലയിൽ കൈ ഇങ്ങനെ കറക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് വീണ്ടും ആ വിളക്കിന്റെ അകത്തോട്ട് പോയി. എനിക്കിപ്പോ നല്ല ശക്തി ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്! മോണ്ടു കുരങ്ങൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. അവന്റെ കൈ കൊണ്ട് ആ വിളക്ക് നേരെ വെള്ളത്തിന്റെ അകത്തോട്ട് പോയി. മോണ്ടു കുരങ്ങ, നീ ഇതെന്താണ് ചെയ്തത്? അയ്യോ എടാ, അറിയാണ്ട് പറ്റിപ്പോയതാണ്. നമുക്കാണെങ്കിൽ സമയം പോലുമില്ല ഇവിടെ തന്നെ നിന്നോണ്ടിരിക്കാന്. നീ ഇത് വെള്ളത്തിൽ നിന്നും എടുക്കാനുള്ള പണി നോക്കാം. ഞാൻ ആ സമയം കൊണ്ട് ആ 3 ഡ്രാഗൺസിന് ഒരു പണി കൊടുക്കണ വല്ല കാര്യം നോക്കട്ടെ. മോണ്ടു കുരങ്ങൻ അവിടെ നിന്ന് പോയി. മിങ്കു കരടി ആ വെള്ളത്തിൽ നിന്നും ഇതെടുക്കാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പുറത്താണെങ്കിൽ ഗ്രീൻ ഡ്രാഗനും ബ്ലൂ ഡ്രാഗനും കൂടി കാട്ടിലെ എല്ലാ മൃഗങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. ഗ്രീൻ ഡ്രാഗൺ, നീ ഞങ്ങളെ ഈ ബ്ലൂ ഡ്രാഗണിൽ നിന്ന് രക്ഷിച്ചു. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഞങ്ങളുടെ ഈ കാട് എന്തിനാണ് നശിപ്പിക്കുന്നത്? നിങ്ങളുടെ മരണസമയം അടുത്തെത്തിക്കഴിഞ്ഞു. മരിക്കേണ്ട സമയം ഞങ്ങളുടെ അല്ല, നിങ്ങളുടെയാണ് ആവുന്നത് ഗ്രീൻ ഡ്രാഗൺ. വീരനാവാൻ ശ്രമിക്കുന്ന ഈ വിഡ്ഢിയെ അവരെന്തായാലും ഇന്ന് കൊന്നുകളയും. നീ ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലുമെന്നോ? നീ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗ്രീൻ ഡ്രാഗൺ വാ കൊണ്ട് ഒരു തീയിന്റെ കോളം അങ്ങ് വിട്ടു. അത് വിട്ടിട്ട് പക്ഷെ മോണ്ടു കുരങ്ങന്റെ ശരീരത്ത് ഒരു കുഴപ്പവും വന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തീകോളങ്ങളെ ആയുസ് കട്ട പോലെ ആയിപ്പോയെന്ന്. ഇത് കേട്ടതോടെ 2 ഡ്രാഗൺസും ഭൂമിയിലോട്ട് ഇറങ്ങി വന്നു. എന്നിട്ട് മോണ്ടു കുരങ്ങനെതിരായിട്ട് 2 പേരും അങ്ങോട്ടിങ്ങോട്ടും വട്ടം ചുറ്റി നിന്നു. മോണ്ടു കുരങ്ങൻ ഗ്രീൻ ഡ്രാഗന് നല്ലൊരു ഇടി അങ്ങ് വെച്ചു കൊടുത്തു. പക്ഷെ അവന് ഒരു കുഴപ്പവും വന്നില്ല. ഒരു വശത്തുനിന്ന് ഗ്രീൻ ഡ്രാഗൻ അവനെ അങ്ങ് പിടിച്ചു. അപ്പുറത്തുനിന്നാണെങ്കിൽ ബ്ലൂ ഡ്രാഗനും പിടിച്ചു.
എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു ബോളിനെ എറിയുന്ന പോലെ തന്നെ അവനെ ഇങ്ങനെ എറിഞ്ഞോണ്ടിരുന്നു. അയ്യോ അയ്യോ, എന്നെ രക്ഷപ്പെടുത്തണേ, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തണേ, എനിക്ക് തല കറങ്ങുന്നേ. എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർത്ത് അവന് ഒരു വിടലങ്ങ് വിട്ടു. അവൻ നേരെ ചെന്ന് വീണതോ സിംഹത്തിന്റെ മുമ്പിലായിരുന്നു. എന്തേ, നിന്റെ ഹീറോയിസം എല്ലാം തീർന്നു പോയോ? സിംഹം സ്വന്തം ജീവൻ പോലും നോക്കാതെ രണ്ടുപേരുടെ മുമ്പിലോട്ട് അങ്ങ് കടന്നങ്ങ് പോയി. രണ്ടുപേരും കൂടെ ചേർന്ന് വാ കൊണ്ട് തീഗോളങ്ങൾ സിംഹത്തിന്റെ നേർക്ക് ഇട്ടുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ആ തീന്റെ ഗോളങ്ങൾ നോക്കുമ്പോൾ ഐസിന്റെ ഗോളങ്ങളായിട്ട് ഭൂമിയിലോട്ട് വീഴുന്നു. നമുക്കിതെന്താണ് സംഭവിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിങ്ങളുടെ തീ ഗോളങ്ങൾ ഐസ് കട്ട പോലെ ആയെന്ന്. നിന്റെ കളികളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഗ്രീൻ ഡ്രാഗൺ. എല്ലാരും നോക്കുമ്പോ മിങ്കു കരടി ആ ജിന്നിനെയും കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ എത്തി. അതുപോലെ അവന്റെ കയ്യിൽ മാന്ത്രിക വിളക്കും ഉണ്ടായിരുന്നു. മിങ്കു ബാലു, മാന്ത്രിക വിളക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? തരൂ എന്റെ കുഞ്ഞെ, അതിനെ എനിക്ക് തരൂ. ഞങ്ങൾ നിങ്ങളുടെ ഈ കാട് വിട്ട് തന്നെ പൊയ്ക്കോളാം. എന്റെ പൊന്നുമോനല്ലേ, തരൂ. ജിൻ, ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ശിക്ഷ കൊടുക്കണം. ഇനി ഒരിക്കലും ഇവർ ഈ കാട്ടിലോട്ട് വരാനുള്ള ധൈര്യം കാണിക്കരുത്. ആഗ്രഹം പറഞ്ഞാൽ യജമാനൻ. ഇത് പറഞ്ഞത് കൊണ്ട് ജിൻ അവരുടെ അടുത്തോട്ട് പോയി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അഗ്നിഗോളങ്ങൾ വളരെ ഇഷ്ടമാണല്ലേ? പിടിച്ചോളൂ, എന്റെ കയ്യിലുണ്ട് ഒരു സ്പെഷ്യൽ അഗ്നിഗോളം. ഇങ്ങനെ പറഞ്ഞിട്ട് ജിന്ന് സ്വന്തം മാന്ത്രികം വെച്ച് വലിയൊരു തീഗോളം ഉണ്ടാക്കി നേരെ അവരിൽ എറിഞ്ഞു. അവർ രണ്ടരത് ചിറകിൽ തീ പിടിച്ചു. അവർ രണ്ടർ പിടയ്ക്കാൻ തുടങ്ങി. അയ്യോ, എനിക്ക് വേദനിക്കുന്നേ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നേ. എന്റെ ഇപ്പൊ മനസ്സിലായോ തീന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്? രണ്ടുപേരുടെ ചിറക് കത്തിക്കരിഞ്ഞു പോയി. അവർ രണ്ടുപേർക്ക് ഇനി പറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ജിന്നാണെങ്കിൽ സ്വന്തം മാന്ത്രികം ഉപയോഗിച്ച് ഒരു കയറ് വെച്ച് അവർ രണ്ടുപേരെ കൈ അങ്ങ് കെട്ടിയിട്ടു. പ്രിയപ്പെട്ട മൃഗങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും ഇവരോടുള്ള ദേഷ്യം തീർത്തോളൂ. ഇത് കേട്ടതോടെ എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ ഇവരെല്ലാം അങ്ങ് ആക്രമിക്കാൻ തുടങ്ങി. എന്റെ അമ്മച്ചിയെ, അയ്യോ, ഞങ്ങൾ പോവാണ് പ്രിയപ്പെട്ട മൃഗങ്ങളെ. എല്ലാ മൃഗങ്ങളും നല്ല രീതിയിൽ അവരെ അടിച്ചു. അവര് രണ്ടുപേരും പെടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. പറയൂ ഗ്രീൻ ആൻഡ് ബ്ലൂ ഡ്രാഗൺ, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നോ അല്ലെങ്കിൽ ഇനിയും പണി വേണോ നിങ്ങൾക്ക്? വേണ്ട, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല. ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടിപ്പോയി. അവരിങ്ങനെയല്ല പോവേണ്ടിയിരുന്നത്. അവർ തീ കൊണ്ടുള്ള ഗോളങ്ങളല്ലേ ആഗ്രഹിച്ചത്. നിങ്ങൾ മഞ്ഞുകൊണ്ടുള്ള ഗോളങ്ങൾ അവർക്ക് കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജിന്ന് നല്ലൊരു മാന്ത്രികം ചെയ്തോടെ അപ്പോഴത്തേക്കും ഭൂമിയിൽ കുറെ ഐസിന്റെ ഗോളകൾ അവിടെ വന്നു. എല്ലാ മൃഗങ്ങളും ഓരോ ഐസിന്റെ ഗോളകൾ എടുത്ത് നേരെ അവർക്കെതിരെ എറിയാൻ തുടങ്ങി. അവരാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂടെ ഐസിന്റെ ഗോളകൾ ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. എല്ലാ മൃഗങ്ങളും ഇവരെ ഓടുന്നത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. മോട്ടുകുരങ്ങ, പിങ്കുക്കരടി, ഈ വിളക്കിലും ജിന്നിലും എന്ത് രഹസ്യമുള്ളത്? ഇത് കേട്ടപ്പോൾ മിങ്കു കരടി ഉണ്ടായ എല്ലാ കഥകളും എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും ഈ വിളക്കിന് വേണ്ടിയാണല്ലേ നമ്മളോട് ഇത്രയും യുദ്ധം ചെയ്തത്. നീ നല്ലൊരു കാര്യമാണ് ചെയ്തത് മിങ്കുക്കരടി. അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെന്നാണോ സിംഹമേ? അതേ മോട്ടുകുരങ്ങ, നീയും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്തത്. ഇത് കേട്ടതോടെ മോട്ടുകുരങ്ങനും ഒരുപാട് സന്തോഷായി. ഞാനിപ്പോൾ പോവുകയാണ് യജമാനനെ. അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിയില്ലേ? ആവശ്യമെങ്കിൽ എന്നെ വീണ്ടും ഓർത്താൽ മതി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനമാന്ത്രിക വിളക്കിലോട്ട് തിരിച്ചുപോയി. മിങ്കു കരടിയും മോണ്ടു കുരങ്ങനും അങ്ങോട്ടിങ്ങോട്ടും സന്തോഷം കൊണ്ട് കൈയടിച്ചുകൊണ്ടിരുന്നു. ബാക്കിയുള്ള മൃഗങ്ങളെല്ലാരും സന്തോഷത്തോടെ ജീവിച്ചു. ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ മൂന്നുപേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ മൂന്നുപേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. ഒരു ദിവസം ടീനു പക്ഷി ഭക്ഷണവും അന്വേഷിച്ച് കാട്ടിൽ പറക്കുകയായിരുന്നു. അപ്പോൾ താഴെ ഒരു സ്വീറ്റ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചു. അയ്യോ, ഇത് കാണാൻ ഏതോ സ്വീറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് മനുഷ്യർ കഴിക്കുന്നതാണ്. ഇന്ന് അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് ഉടനെ താഴേക്ക് വന്ന് ആ സ്വീറ്റ് തന്റെ ചുണ്ടുകൊണ്ട് കടിച്ച്
അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. അത് ആ സ്വീറ്റ് എടുത്തു കൊണ്ടുപോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുവച്ചു. അതിന്റെ കൂടിരിക്കുന്ന മരത്തിലെ എല്ലാ ചില്ലകളിലും വേറെ പക്ഷികൾ കൂടുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടിലിരുന്ന് മൈന പറഞ്ഞു, "ആ ടീനു, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്?" "കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഏതോ മനുഷ്യർ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഞാനും പോയി നോക്കട്ടെ, ഒരുപക്ഷെ ഇനി എനിക്കും അത് കിട്ടിയാലോ." അങ്ങനെ പറഞ്ഞ് അതവിടെ നിന്നും പറന്നുപോയി. മൈന പോയതെന്തായാലും നന്നായി. ഞാനും പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോകുമ്പോൾ അവൾ ഇത് വന്നെടുക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ടീനു കുളത്തിനടുത്തേക്ക് പോയതും മൈന തിരിച്ചും വന്നു. എനിക്കറിയാമായിരുന്നു, ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ സ്വീറ്റും വിട്ട് അവൾ എവിടേക്കും പോകില്ല. ഇപ്പോൾ തന്നെ ഇത് കൈക്കലാക്കിയേക്കാം. അങ്ങനെ മൈന ടീനുവിന്റെ കൂട്ടിലിരുന്ന സ്വീറ്റ് എടുത്തോണ്ട് പോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വച്ചു. ടീനു വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിന്റെ കൂട്ടിൽ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഷോക്കായി. "അയ്യോ, ഈ സ്വീറ്റ് ഞാൻ ഇവിടെയാണല്ലോ വച്ചിരുന്നത്. ആരായിരിക്കും എടുത്തത്?" അത് അവിടെയും ഇവിടെയും തിരഞ്ഞു നോക്കി. അപ്പോൾ മൈനയുടെ കൂട്ടിൽ ആ സ്വീറ്റ് ഇരിക്കുന്നത് കണ്ട് ഉടനെ അത് കൂടിനടുത്തേക്ക് പോയി. "എനിക്കറിയാം, ഈ മൈനയായിരിക്കും ഇത് മോഷ്ടിച്ചത്. ആദ്യം ഇത് എന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം." അങ്ങനെ അത് കൂടിനകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിനുള്ളിൽ മൈന അവിടെ വന്ന് കൂടിന്റെ മുൻപിൽ വന്നു നിന്നു. "ഇത് എന്റെ സ്വീറ്റാ, നീ എന്തിനാ മോഷ്ടിച്ചത്?" "ഞാൻ നിന്റെ മുൻപിൽ വെച്ചല്ലേ സ്വീറ്റ് അന്വേഷിച്ചു പോയത്. അത് എനിക്കും കിട്ടി. ഇതെങ്ങനെയാണ് നിന്റെ സ്വീറ്റ് എന്ന് നീ പറയുന്നത്?" "ഇത് എന്റേത് തന്നെയാ. അവിടെ വേറെ ഒരു സ്വീറ്റും ഇല്ലായിരുന്നു." "ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഇത് എന്റെ കൂട്ടിലിരിക്കുന്നതുവരെ അതിന്റെ അവകാശി ഞാനാണ്." ടീനുവിന് അതിനുശേഷം ഒന്നും പറയാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷിയില്ലാതെ എങ്ങനെ മൈനയെ കുറ്റം പറയാൻ പറ്റും? മൈന ആ സ്വീറ്റ് എടുത്ത് കുറച്ച് കഴിച്ചു. അതിനുശേഷം കൂട്ടിനുള്ളിൽ തന്നെ കളിച്ചു. അപ്പോൾ ഒരത്ഭുതവും സംഭവിച്ചു. ആ സ്വീറ്റ് അനങ്ങാനും ആടാനും തുടങ്ങി. പതുക്കെ പതുക്കെ മൈനയുടെ കൂട്ടിലുണ്ടായിരുന്ന ആ സ്വീറ്റ് ടീനുവിന്റെ കൂട്ടിലേക്ക് വന്നു. അപ്പോൾ മൈന നോക്കിയപ്പോൾ അവിടെ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഒരുപാട് ഷോക്കായി. "ടീനു, നീ എന്റെ കൂട്ടിൽ നിന്നും സ്വീറ്റ് മോഷ്ടിച്ചോ? അതെനിക്ക് തിരിച്ചു താ." "ആദ്യത്തെ കാര്യം, ഞാൻ മോഷ്ടിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ സ്വീറ്റ് ഇപ്പോൾ എന്റെ കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് അത് എന്റെ മാത്രം സ്വന്തമാ." ഇത് കേട്ടതും മൈനയ്ക്ക് മനസ്സിലായി, നമ്മൾ ചെയ്തത് നമുക്ക് നേരെ തിരിഞ്ഞെന്ന്. അതുകൊണ്ട് ശാന്തമായി അത് അവിടെ നിന്നും പോയി. "ഈ സ്വീറ്റ് ആ കൂട്ടിൽ നിന്നും ഈ കൂട്ടിൽ തന്നെ തന്നെ എങ്ങനെ വന്നു?" "തന്നെ വന്നതല്ല, ഞങ്ങളാണ് എടുത്തുകൊണ്ടുവന്നത്." അപ്പോൾ ആ സ്വീറ്റിന്റെ താഴെ നിന്ന് 3 ഉറുമ്പുകൾ പതുക്കെ അടുത്തേക്ക് വന്നു. ആ ഉറുമ്പുകളെ കണ്ട് ടീനു ഷോക്കായി. "അയ്യോ, നിങ്ങളെപ്പോഴാ എന്റെ കൂട്ടിലേക്ക് വന്നത്?" "ഞങ്ങളാണ് ആദ്യം ഈ സ്വീറ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ നീ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ ചെറുതായതുകൊണ്ട് നിന്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടില്ല. ഈ സ്വീറ്റിനോടൊപ്പം ഞങ്ങൾ 3 പേരും ഇവിടേക്ക് വന്നു." അതിനുശേഷം മൈന അതിന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ അവിടേക്ക് പോയി. അപ്പോഴാണ് 2 പേരും സംസാരിക്കുന്നത് കേട്ടത്. ഞങ്ങൾക്ക് മൈനയോട് ഒരുപാട് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേരും സ്വീറ്റ് നിന്റെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ ടീനു സന്തോഷത്തോടെ പറഞ്ഞു, "നിങ്ങൾ 3 പേർക്കും ഒരുപാട് നന്ദി. ഇനി ഈ സ്വീറ്റ് നിങ്ങളുടെയും കൂടിയാ. ഇനി ഞാനിത് കഴിക്കില്ല." "അയ്യോ, വേണ്ട വേണ്ട, ഞങ്ങൾ കഴിക്കാനുള്ളത് ആദ്യം തന്നെ കഴിച്ചു. ഇനി കഴിക്കാനൊന്നും പറ്റില്ല. ഇനി ഇത് നിന്റേതാ." "ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്. ഇനി ബാക്കിയുള്ളത് ഞാൻ കഴിക്കാം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇനി നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കാം." ആ 3 ഉറുമ്പുകളും ശരിയെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ കൂട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അവർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒരിക്കൽ 3 പേരും തറയിൽ നടന്നു പോകുമ്പോൾ ടീനു അവരോടൊപ്പം തന്നെ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥയും മാറി. നന്നായി മഴ പെയ്യാനും തുടങ്ങി. പാവം ടീനുവിന് ശരിക്ക് പറക്കാനും കഴിഞ്ഞില്ല. തറയിൽ വെള്ളമൊഴുകാനും തുടങ്ങി. ഉറുമ്പുകളെല്ലാം വെള്ളത്തിൽ അകപ്പെട്ടു. അത് കണ്ടതും ടീനു ചിന്തിച്ചു. അത് മരത്തിലുള്ള ഇലകൾ പറിച്ച് വെള്ളത്തിലേക്കും ഇട്ടു. 3 ഉറുമ്പുകളും ആ ഇലയിലും കയറിയിരുന്നു. അവർ ജീവനും രക്ഷിച്ചു. മഴയെല്ലാം കഴിഞ്ഞതിനു ശേഷം ടീനു 3 പേരെയും കൂട്ടിലേക്കും കൊണ്ടുപോയി.
ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. അടുത്ത ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിലേക്കും വന്നു. അപ്പോൾ ആ ഉറുമ്പുകൾ മരത്തിന് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ടീനു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. ആ കൊള്ളാമല്ലോ, സുന്ദരിയായ ഒരു പക്ഷി. ഇതിനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. അങ്ങനെ ടീനുവിന് നേരെ അയാൾ ഉന്നം വച്ചു. ഉറുമ്പുകൾ അതപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവർ അയാളുടെ കാലിൽ കയറി. ആ 3 ഉറുമ്പുകളും അയാളെ ഒരേ സമയം കടിച്ചു. ആ വേട്ടക്കാരന് വേദനിച്ച് അതുകൊണ്ട് ടീനുവിന് നേരെ വെച്ച ഉന്നം അയാൾ മാറ്റി വെടിവെച്ചു. അപ്പോൾ വെടിവെച്ചത് ഒരു കരിക്കിൽ കൊണ്ട് ആ കരിക്ക് നേരെ ആ വേട്ടക്കാരന്റെ തലയിൽ തന്നെ വീണു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. വേട്ടക്കാരൻ തല കറങ്ങി താഴേക്കും വീണു. ഒരുപാട് നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾ 3 പേരും ഇത്ര ചെറുതായിട്ടും ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ ചെറുതായി കണക്കാക്കി. കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ശരി, ഈ വേട്ടക്കാരൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമുക്ക് പോയേ പറ്റൂ. അതിനുശേഷം 4 പേരും സന്തോഷത്തോടെ അവിടെ നിന്നും അവരുടെ കൂട്ടിലേക്ക് പോയി.